കെ ശങ്കർദാസ്, വിജയകുമാർ എന്നീ രണ്ടംഗങ്ങളും കൂടിയുണ്ട്. അവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പക്ഷെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്തില്ല. ഈ തീരുമാനമെടുത്ത ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് പത്മകുമാർ അറസ്റ്റിലാവുന്നത്, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ നിന്ന കൂട്ടുത്തരവാദിത്വമുള്ള രണ്ടംഗങ്ങൾ, അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അത് പത്മകുമാർ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ അവരുടെ മറുപടി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ സമ്മർദ്ദമാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് വിശ്വാസികൾക്കും ശബരിമല ഭക്തർക്കും ഒക്കെ വലിയ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അതിന്റെ വേഗത കുറഞ്ഞതിൽ ചില ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. അതവർക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് വന്നതാണ് കാര്യം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ പ്രചാരണം അങ്ങനെ മൂർധന്യാവസ്ഥ നിൽക്കുമ്പോൾ ഇനിയും ഏതെങ്കിലും CPM നേതാക്കൾ അറസ്റ്റിലായാൽ അത് പാർട്ടിയെ വല്ലാതെ ദോഷമായിട്ട് ബാധിക്കും, LDF-നെ ബാധിക്കും. LDF-ന്റെ സാധ്യതകളെ അത് ഉറപ്പായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കും. അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണോ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താതെ നിൽക്കുന്നത്? അല്ലെങ്കിൽ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ അംഗങ്ങളിലേക്ക് അന്വേഷണം എത്താതെ നിൽക്കുന്നത്? അത് CPM-ന്റെയും CPI-യുടെയും പ്രതിനിധികളാണ്. അവർ അറസ്റ്റിലായാലും ഇതിന്റെയൊക്കെ മാനം വളരെ വ്യത്യാസപ്പെടും, വളരെ വലിയ തോതിൽ മാറും. അതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്?